ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് സ്ക്രാപ്പ് ബുക്ക് കിറ്റ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയേക്കുന്നത്. നല്ല അടിപൊളി കവറിങ്ങും പാക്കേജും ഒക്കെയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനുള്ളിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് സംഭവം ജേർണലിംഗ് കിറ്റാണ് കേട്ടോ. നമ്മൾ ജേർണലിംഗ് ചെയ്ത് നോക്കും എങ്ങനെയുണ്ടെന്ന്. എനിക്ക് സംഭവം ഇഷ്ടമാണ് ജേർണലിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കണ്ടേ. ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുവാണ്. ഇതിനുള്ളിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ മൂടി കൂടെ ഉണ്ട് കേട്ടോ, ഇതുപോലെ അടച്ചു വെക്കാനായിട്ട്. അത് കാണുമെന്ന് നിങ്ങൾ ശരിക്കും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച ആ കവർ പൊട്ടിക്കുമ്പോഴത്തേന് ജസ്റ്റ് ഇതുപോലെ ആയിരിക്കും കാണുന്നതെന്നാ. പക്ഷേ അത് നന്നായിട്ടുണ്ട്. നമുക്കിതുപോലെ മൂടി കിട്ടും. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഇതുപോലൊരു ഡയറി കിട്ടുന്നുണ്ട്. ഇത് A6 സൈസാണ് കേട്ടോ. 256 പേജസ് ആണ് ഇതിൽ ഉള്ളതെന്ന് പറയുന്നത്. ഇതുപോലെ ഈ കവർ നമുക്ക് ഊരാൻ പറ്റുന്നതാണ് കേട്ടോ ഫ്രണ്ടിൽ. ഞാൻ പക്ഷേ അത് ശ്രദ്ധിച്ചില്ല, പിന്നീടാണ് ഞാൻ കണ്ടത്. ഇതിനുള്ളിൽ നമുക്ക് ആ കവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കവർ മാറ്റിയൊക്കെ ചെയ്യാം നമുക്ക്. കണ്ടില്ലേ, ഈ ഒരു ഐറ്റം അങ്ങ് മാറ്റിയാൽ മതി. ഞാൻ പക്ഷേ അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. എനിവേ നമുക്കത് കവർ മാറ്റാം. ഇതിനുള്ളിൽ ഒരുപാട് കളങ്ങൾ ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇത് ജേർണലിംഗ് ചെയ്യുന്ന ബുക്ക് തന്നെയാണ്, സെറ്റാണ്. ഈ ഒരു വർഷത്തേക്ക് നമുക്ക് ഈ ഒരു ഡയറിയുടെ ആവശ്യമേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ ജേർണലിംഗ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടന്നാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ബുക്കും നല്ല മണവും. എന്ന് പറഞ്ഞാൽ പുതുതായിട്ടൊരു ബുക്ക് എടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു മണമൊക്കെ ഉണ്ടല്ലോ. അത് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ഡയറി കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ നോട്ട് പേപ്പേഴ്സാണ്. അത് 3 ടൈപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഓരോന്നും 20 എണ്ണം വീതമാണ് നമുക്കുള്ളത്. കണ്ടില്ലേ, നോട്ട് പേപ്പേഴ്സാണ്. ഒരുപാട് നോട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പിലെ ഐറ്റംസൊക്കെയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ട്. ഞാൻ എണ്ണി നോക്കുകയാണ് കറക്റ്റ് എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ. എനിവേ 3 കൂടെ ചേർത്ത് നിങ്ങൾക്ക് 60 എണ്ണമാണ് കിട്ടുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഗുഡ് ടൈംസ് എന്നൊക്കെ എഴുതിയിട്ട് 3 വെറൈറ്റീസിലാണ് കാണുന്നത്. ഇതുപോലെ അതിനകത്ത് ഓരോ ടൈം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കതിനകത്ത് വേണ്ടുന്നതൊക്കെ എഴുതാം. അത്യാവശ്യം നല്ല എമൗണ്ടിൽ തന്നിട്ടുണ്ട്. പിന്നീടുള്ളത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. ഇത് കണ്ടിട്ട് ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് പോലെ ഇല്ലേ, നമുക്കതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാം. എനിവേ ഇത്രയും 3 എണ്ണമാണ് പിന്നീട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതെല്ലാം നമുക്ക് സ്ക്രാപ്പ് ബുക്കിൽ നമ്മൾ ആ ജേർണലിംഗ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ 3 ഐറ്റംസ്. പിന്നീട് നമുക്കുള്ളതാണ് വാഷി ടേപ്പ്. 2 വാഷി ടേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഒരെണ്ണത്തിനകത്ത് ഇതുപോലെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നീട് ഒന്ന് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്, ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് 2 എണ്ണം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വാഷി ടേപ്സിന് സാധാരണ നല്ല റേറ്റാണ് വരുന്നത്. ബട്ട് എനിവേ അത് കൊള്ളാം. വാഷി ടേപ്പ് മാത്രമായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾക്ക് മീഷോയിലും ഷോപ്സിലൊക്കെ കിട്ടും. നല്ല വിലയാന്നേ ഉള്ളൂ. പിന്നീട് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ കലണ്ടർ സ്റ്റിക്കേഴ്സാണ്. ഇതിനകത്ത് 1 തൊട്ട് 31 വരെയുള്ള എല്ലാ നമ്പേഴ്സും കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, 13, 19 അങ്ങനെ 31 വരെ ഉണ്ട്. ആദ്യം എടുത്തപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു ഇത് എല്ലാ നമ്പേഴ്സും ഇതിനകത്തുണ്ടോ അതോ റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുള്ളതാണെന്ന്. പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായി, ഓക്കെ, ഇത് 1 മുതൽ 31 വരെയുള്ള നമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയിലൊക്കെ ജേർണലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് അതിനകത്ത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടായിരിക്കുമല്ലോ. കണ്ടില്ലേ, ഇത് സ്റ്റിക്കേഴ്സാണ്. ഇളക്കുക ഒട്ടിക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് ഓരോ നമ്പേഴ്സിലും ഓരോ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നീട് നമുക്ക് അവർ തരുന്നതെന്ന് പറഞ്ഞാൽ കോട്ടഡ് പേപ്പർ കാർഡ് 10 എണ്ണം, വൈറ്റ് കാർഡ് 5 എണ്ണം, അതുപോലെ പേപ്പർ ഫോട്ടോ ഫ്രെയിമും 5 എണ്ണം. അങ്ങനെ ഇതെല്ലാം ഒരുമിച്ച് ഈ ഒരു പാക്കിനകത്ത് ഇങ്ങനെ തരുവാണ്. മൊത്തത്തിൽ 20 എണ്ണത്തോളം ഉണ്ട്. കാണാൻ നല്ല അടിപൊളി കാർഡ്സാണ്. നിങ്ങൾക്ക് പശ തേച്ചിട്ട് നിങ്ങളുടെ ജേർണലിങ്ങിൽ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, എല്ലാം നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ടുള്ള കാർഡ്സാണ്. റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ സ്റ്റാമ്പിൻ്റെ ഷേപ്പിലൊക്കെ ഇരിക്കുന്നതുണ്ട്, ഫോട്ടോ ഫ്രെയിംസിൻ്റെ ഷേപ്പിലുണ്ട്. അങ്ങനെ നല്ല നല്ല ഭംഗിയായിട്ടുള്ളത്.
കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ജേർണലിങ് ചെയ്യാനായിട്ടുള്ളൊരു ആകാംക്ഷ താനേ വന്നോളും. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടെയും നമ്മൾ ട്രൈ ചെയ്യും. കാരണം ഈ ഒരു ബോക്സ് കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. സോ അതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ആ ഒരു കാർഡ്. നമുക്ക് പർപ്പിൾ തീമിൽ ഒരു ജേർണലിങ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ടോട്ടല് നമുക്ക് 20 എണ്ണം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്കുള്ളതാണ് ഇതുപോലെ ഫോൾഡിങ് പേപ്പേഴ്സ്. ഇത് ടോട്ടലായിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ 30 പീസസ് ആണ്. നല്ല നല്ല ക്യൂട്ടായിട്ടും സെറ്റായിട്ടും ഇരിക്കുന്ന സംഭവമാണ്. ഇതിനെല്ലാത്തിനും ഒരു വിൻറ്റേജ് ലുക്കുണ്ട്. അപ്പോൾ തന്നെ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. കുറച്ചും കൂടെ റേറ്റ് കൂടും എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പർപ്പിൾ കളറിൽ എന്തോ അവൈലബിൾ ആണ്. പക്ഷെ അതിന് 400 പുറത്ത് വിലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് 360 രൂപയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും റേറ്റ് കൂടുതലല്ലേ എന്ന് എനിക്ക് ആദ്യമേ തോന്നി. പിന്നെ നമുക്ക് ഇത്രയും ഐറ്റംസ് ഇതിൽ കിട്ടുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം അത്രത്തോളം ഐറ്റംസ് ഇതിലവർ തരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതുപോലെ സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പർ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഏകദേശം കുറേ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് വെട്ടി സൂപ്പറായിട്ടുള്ള ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ നമ്മൾ ചെയ്യും ഇത് എന്നുള്ളൊരിതായി. എങ്ങനെ ഇത് നമ്മൾ വെട്ടും, കാരണം അത്രയ്ക്കും കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ എനിവേ ഇത് തന്നേക്കുന്ന തന്നെ വെട്ടി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. നമ്മളിത് വെച്ച് എന്തോ ആണെങ്കിലും ചെയ്തിരിക്കും. പിന്നീട് നമുക്കുള്ളതാണ് ഇതുപോലെ പോക്കറ്റ് കവേഴ്സ്. കണ്ടില്ലേ, ഇതിനകത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ഒക്കെ എഴുതി നമുക്ക് മടക്കി ഇതിനുള്ളിലായിട്ട് കയറ്റിയൊക്കെ വെക്കാം. കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഇത് പക്ഷേ 2 എണ്ണം മാത്രമാണ് അവർ നമുക്ക് തരുന്നത്. പക്ഷെ കുഴപ്പമില്ല, 2 എണ്ണം തരുന്നുണ്ടല്ലോ. അത് നല്ല ഭംഗിയായിട്ടുള്ള കവറൊക്കെയാണിത്. ഇത് നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒട്ടിച്ചൊക്കെ വെക്കാം, എന്നിട്ട് മെസ്സേജസ് ഒക്കെ എഴുതാം. പിന്നീട് നമുക്ക് വരുന്നതാണ് ഇതുപോലെ സ്റ്റിക്കർ ഷീറ്റുകൾ. അതൊരു 8 എണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പെറ്റ് പ്ലസ് വാഷി സ്റ്റിക്കേഴ്സും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 179 പീസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇതിനകത്ത് അവർ തരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം സ്റ്റിക്കേഴ്സാണ്, ഓരോ റൈറ്റിങ്സ് അതിലുണ്ട്. അപ്പോൾ അത് ഇളക്കി അങ്ങ് ഒട്ടിച്ചാൽ മതി നമ്മൾ ചെയ്യുമ്പോഴത്തേനും. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമുക്കിതുപോലെ ഞാനത് ഇളകി വരുമോ എന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അത് എനിക്ക് തന്നെ ഡൗട്ടായി, ഇതിപ്പം വെട്ടി ഒട്ടിക്കുന്നതാണോ അതോ സ്റ്റിക്കറാണോ. പക്ഷേ സ്റ്റിക്കേഴ്സാണ്. അങ്ങനെ നമുക്ക് ഇതുപോലെ പല ഷേപ്പിൽ കിട്ടുന്നുണ്ട് കേട്ടോ. റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റേത് ചെറിയ റൗണ്ട് ആയിരുന്നല്ലോ. പിന്നെ അതാ ഇതുപോലെ ഒരുമാതിരി കല്ലിൻ്റെ ഷേപ്പ്. പിന്നീട് ഇതുപോലെ കണ്ടില്ലേ, ടേപ്പൊക്കെ കീറിയെടുക്കുന്ന കണക്കത്തെ ഉണ്ട്. പിന്നെ അതാ ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ട്. പിന്നീടുള്ളത് ഇതുപോലെ വാഷി സ്റ്റിക്കേഴ്സാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന കുറച്ച് കാര്യമുള്ള, പക്ഷെ നല്ല മെനക്കേടാണ്. എന്നാലും നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അത് ഞാൻ ഉടനെ വീഡിയോ ഇടാൻ കേട്ടോ, നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നീട് ഇതുപോലെ സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അത് 5 ഷീറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഇതുപോലെ അത് കാണാൻ നല്ല രസമില്ലേ. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിനൊക്കെ നല്ലൊരു വെറൈറ്റി ലുക്കൊക്കെ ഉണ്ട്. പിന്നീട് ഇതുപോലെ എഴുത്തുമൊക്കെ ഉള്ളതുണ്ട്. പിന്നീട് നമുക്ക് ഇതുപോലെ കുറച്ച് സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പറും കിട്ടുന്നുണ്ട്. അതും ഏകദേശം
5 എണ്ണം തന്നെ ഉണ്ട്. ആ കളർ ഷീറ്റ്സും ഇതുപോലെ ഡിസൈൻസ് വരുന്നതും ഉണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ, 2 കളർ ഷീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് ഡിസൈൻസ് വരുന്നതും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. കണ്ടില്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു കിറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കിറ്റിൽ ഇത്രയാണ് സാധനങ്ങൾ അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഇത് വെച്ച് ഇനി എത്ര എണ്ണം ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ചെയ്തു നോക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമല്ലോ എത്ര എണ്ണം ഇത് ചെയ്യാൻ പറ്റും, എങ്ങനെയുണ്ട് എന്നൊക്കെ. എന്തായാലും സംഭവം സെറ്റായിരുന്നു. ഇത് അതുപോലെ തന്നെ ഞാൻ തിരിച്ചെടുത്ത് വെക്കാൻ നോക്കുകയാണ്, കാരണം ആ ഒരു ഭംഗിയിൽ അതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എന്തായാലും ഇപ്പം ജേർണലിങ്ങും കൂടെ ചെയ്ത് നോക്കും, എങ്ങനെയുണ്ട് ഇത്, സംഭവം സെറ്റാണോ അങ്ങനെയൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ നിങ്ങൾക്കും അറിയാൻ ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ നമുക്കിത് തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് കലാപരിപാടികൾ തുടങ്ങാം. അതായത് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പശയും കത്രികയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതുപോലെ ക്ലോസ് ചെയ്യുക, വീണ്ടും ഓപ്പൺ ആക്കുക, എന്നിട്ട് എല്ലാം പറക്കി നോക്കുക. ഇത് തന്നെ പരിപാടി. എനിവേ നമ്മുടെ ആ ബുക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിനകത്ത് ജേർണലിങ് ചെയ്തു തുടങ്ങാം. ഞാൻ കൺഫ്യൂസ് ആയിരുന്നു, ഒരു പേപ്പറിൽ ചെയ്യണോ അതോ 2 പേപ്പറിൽ ചെയ്യണോ എന്നൊക്കെ. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കൈ വിറയ്ക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. അപ്പോൾ ഇത് കുളവായി എങ്ങാനും പോവോ എന്നുള്ള പേടിയുമുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളുടെ ആ ഒരു ടെൻഷനൊക്കെ കളഞ്ഞ് നമ്മളിത് എന്താണെങ്കിലും ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്ക്രാപ്പ് ബുക്കും പേപ്പറൊക്കെ എടുത്ത് ഞാൻ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കുക. തുടക്കം അത്ര നല്ലതല്ലെങ്കിലും അവസാനം എന്തായാലും നല്ലതായിട്ടായിരിക്കും വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ആണല്ലോ എല്ലാം. തുടക്കം കൊള്ളത്തില്ലെങ്കിലും ലാസ്റ്റ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ എന്താണേലും കുറച്ച് പേഷ്യൻസോടെ കണ്ടു നോക്കുക. നമ്മൾ സ്റ്റിക്കേഴ്സും അതുപോലെ സ്കെച്ച് പെൻസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഐറ്റം ചെയ്യുന്നത്. കാരണം അതൊക്കെ വരുമ്പോഴേ കുറച്ചും കൂടെ ഹൈലൈറ്റായി നല്ല അടിപൊളിയായിട്ട് നിൽക്കത്തുള്ളൂ. എനിവേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം നമുക്ക്.
പിന്നീട് നമ്മൾ ഇതുപോലെ കലണ്ടർ സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഡേറ്റ് 23 എന്നുള്ള ഡേറ്റാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെന്നാണ് ജേർണലിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡേറ്റ് നിങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തപ്പിപ്പറക്കി എടുക്കുമായിരുന്നു എന്തിയേ 23 എന്ന് പറഞ്ഞിട്ട്. അവസാനം നമുക്കത് കിട്ടി 23 എന്നുള്ള ഡേറ്റ്. അപ്പോൾ അത് നമ്മളിതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്നും ഓർത്തിരിക്കാമല്ലോ. അത് കൂടാതെ ഞാൻ ലാസ്റ്റ് എഴുതിയും വെക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു മെമ്മറീസാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഒക്കെ വരും. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു പോർഷൻ കണ്ടില്ലേ, അതാണെങ്കിൽ നല്ല ബ്ലാങ്ക് ഒരുമാതിരി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ റൈറ്റിങ്സ് നമുക്കുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു ഞാനതിലങ്ങ് എഴുതിയാലോ എന്ന്. പിന്നെ വിചാരിച്ചു എന്തിനാണ്, നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനുണ്ടല്ലോ സാധനം. അതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതുപോലെ സ്കെച്ച് പെൻ എടുത്തിട്ട് കുറച്ച് ഡെക്കറേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാമല്ലോ. കാരണം നിങ്ങളുടെ ബുക്ക്, നിങ്ങളുടെ കൈ, നിങ്ങളുടെ കളേഴ്സ്. സോ എപ്പോഴും ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് വരുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ എഴുതി കൊടുക്കാം. ഞാൻ എന്തെങ്കിലും എഴുതി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. 23/2/25 അങ്ങനെ ഞാൻ എഴുതി കൊടുത്തേക്കുവാണ്. 2025 ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഈ ഒരു ജേർണൽ ബുക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സെറ്റായിട്ട് ഇരിക്കും. നമുക്ക് കുറേ വർഷം എടുത്ത് കഴിയുമ്പം നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ജേർണലിംഗ് തുടങ്ങിയില്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ അങ്ങനെ ബുക്ക് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ സാധാരണ ബുക്കില്ലേ അതൊക്കെ മതി. അത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യുക. സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതുപോലെ കുറച്ച് എഴുതിയെല്ലാം കൊടുത്ത് നമ്മുടെ ജേർണലിംഗ് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു തീം എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്, ആ ഒരു തീമിലാണ് ഈ ഒരു ഐറ്റം ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സംഭവം അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ അടുത്ത ഒരെണ്ണം ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒരേ ഒരു പേജിൽ നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും കൂടെ ചെയ്ത് വെക്കണ്ടേ. ഇതിപ്പോൾ 2 പേജിൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് 1 പേജിൽ നിൽക്കുന്ന ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് വളരെ വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരെണ്ണം ചെയ്യണമെന്നായിരുന്നു. മറ്റേത് ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങളിപ്പോൾ കാണുന്നതിനേക്കാൾ ഞാൻ കുറേ ടൈം എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മൾ എന്ത് കട്ട് ചെയ്ത് വെക്കണം അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചൊക്കെയാണ് ചെയ്തത്. ഇത് പെട്ടെന്ന് കയ്യിൽ കിട്ടിയത് എന്തൊക്കെയാണോ അത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കും, ഇഷ്ടപ്പെടില്ലായിരിക്കും. എങ്ങനെയാണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരെണ്ണോടെ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ അത് വൈറ്റ് ആയിട്ടുള്ള റൈറ്റിങ്സ് ആയിരുന്നു. അത് കാരണം ഇതിലങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ല. പക്ഷെ അതെനിക്ക് വിഷമമായിപ്പോയി. ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചും കൂടെ ബ്ലാക്ക് ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടിയേനെ. സോ ഇത് നമുക്ക് വൈറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിനകത്തൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാം. പക്ഷേ എന്ത് എഴുതുമെന്ന് അറിയാൻ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വേറെ എന്തെങ്കിലും ടൈം കിട്ടുമ്പോൾ എഴുതി കൊടുക്കാം. പിന്നീട് ഇതിൽ എന്തോ മിസ്സിങ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലിരുന്ന ഒരു സ്റ്റിക്കർ ഞാൻ എടുത്തിട്ട് വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇതുപോലൊരു ബട്ടർഫ്ലൈ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ഇപ്പോൾ കാണാൻ നല്ല സെറ്റായിട്ടുണ്ട്. അതിൽ ആ റൈറ്റിങ്സും കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നേനെ. പക്ഷെ ഒന്നും കിട്ടുന്നില്ലെന്നേ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിൽ എഴുതി കൊടുക്കാം എന്തെങ്കിലും നല്ല കോട്ട് കിട്ടുമ്പോഴത്തേനും. ഇപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സംഭവം അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ 2 പേജിലൂടെ നമ്മൾ ചെയ്ത ആ ഒരു ഭംഗി ചിലപ്പോൾ ഈ ഒരെണ്ണത്തിന് വന്ന് കാണത്തില്ല. പക്ഷെ ചിലർക്ക് ചിലപ്പോൾ ഈ ഒരു പേജായിരിക്കും ഇഷ്ടപ്പെട്ടത്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഇത് തന്നെയാണ് കേട്ടോ. ഇത് കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ? പക്ഷേ ഇതും നല്ല എന്തോ ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിവേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.